ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽ ഐരൂപ്പാറ. ദേശീയ സുരക്ഷ മുതൽ കായികം വരെയും ശാസ്ത്ര ലബോറട്ടറികൾ മുതൽ പ്രമുഖ ആഗോള വേദികൾ വരെ എല്ലാ മേഖലകളിലും ഇന്ത്യ വ്യക്തമായ മുദ്ര പതിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 129ാം പതിപ്പിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2025 ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ നിരവധി നിമിഷങ്ങൾ നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. ഇന്നത്തെ ഇന്ത്യ അതിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് ലോകം വ്യക്തമായി കണ്ടതായും അദ്ദേഹം പറഞ്ഞു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തിൽ ആവേശത്തോടെ പങ്കുചേർന്നതിന് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഉറവിടം നമ്മുടെ യുവശക്തിയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ശാസ്ത്രമേഖലയിലെ നമ്മുടെ നേട്ടങ്ങൾ, നവീനാശയങ്ങൾ, സാങ്കേതികവിദ്യയുടെ വികാസം എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് യുവജനങ്ങളുടെ ജിജ്ഞാസയെക്കുറിച്ചുള്ള ഉത്തരമാണെന്നും അവരുടെ നവീനാശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. യുവജനങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു വേദിയാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ എന്നും ആശയങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്ന മാധ്യമമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂമോണിയ, UTI തുടങ്ങിയ പല രോഗങ്ങൾക്കും ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമാകുന്നില്ലെന്ന ICMR റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. ആളുകൾ വിവേചനരഹിതമായി ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. തമിഴ് ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാജ്യത്ത് തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാശിയിൽ നടന്ന 4ാമത് കാശി തമിഴ് സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. കാശിയിൽ നിന്നുള്ള കുട്ടികൾ തമിഴിൽ സംസാരിക്കുന്നതിന്റെ ശബ്ദശകലവും മൻ കി ബാത്തിൽ പങ്കുവച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴെന്നും തമിഴ് സാഹിത്യവും വളരെ സമ്പന്നമാണെന്നും ശ്രീ മോദി പറഞ്ഞു. കർണാടക സന്ദർശിക്കുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു കാർവാർ നാവികതാവളത്തിൽ ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനി INS വാക്ഷീറിൽ യാത്ര ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും രാഷ്ട്രപതിയെ അനുഗമിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ശേഷം അന്തർവാഹിനിയിൽ യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ശ്രീമതി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ള സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്നേഹസന്ദേശം നൽകും. മറ്റന്നാൾ വർക്കല ശിവഗിരിയിലും തുടർന്ന് നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 5ാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും അധ്യക്ഷത വഹിച്ചു. ഈ മാസം 26-നാണ് 3 ദിവസത്തെ സമ്മേളനം ആരംഭിച്ചത്. ഘടനാപരവും സുസ്ഥിരവുമായ സംഭാഷണങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. 84ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് തലശ്ശേരി ബ്രണ്ണൻസ് കോളേജിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലത്ത് ചരിത്ര കോൺഗ്രസിന് പ്രത്യേകത ഏറെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ നടന്ന ചരിത്ര കോൺഗ്രസിന് കേരളത്തിന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പ്രതിനിധികളാണ് ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വൈകുന്നേരം 7-നാണ് മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. 5ാം മത്സരം ചൊവ്വാഴ്ച നടക്കും. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters@eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ നിരണം, കടപ്ര, പെരിങ്ങര പഞ്ചായത്തുകളിൽ വളർത്തുപക്ഷികളുടെ മുട്ട, ഇറച്ചി, കാഷ്ടം വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചു. 7 ദിവസത്തേക്കാണ് നിരോധനം. നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ കൊല്ലം ജില്ലയിൽ നാളെ നടക്കും. രാവിലെ 10:30-ന് ചിന്നക്കടയിൽ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ബാങ്കുകളിൽ അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപങ്ങളുടെ അവകാശികളെ കണ്ടെത്തുന്നതിനായാണ് പ്രത്യേക ക്യാമ്പയിൻ. കോഴിക്കോട് വടകര അഴിയൂരിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ആക്രമണം. പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വോട്ടെടുപ്പിൽ RJD അംഗമായ രജനിയുടെ വോട്ട് UDF സ്ഥാനാർത്ഥിക്കാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് ഇവരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.